ചാത്തന്നൂർ സീറ്റ് ഫോർവേഡ് ബ്ലോക്കിന് നൽകിയതിൽ കോൺഗ്രസിൽ തർക്കം തുടരുന്നു. ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് നൽകില്ല എന്നാണ് വിശ്വാസമെന്ന് പോയപ്പള്ളി പഞ്ചായത്ത് UDF ചെയർമാനായ ബിനോയ് 24-നോട് പറഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ കോൺഗ്രസിനായി സീറ്റ് ആവശ്യപ്പെടുമെന്നും ബിനോയ് പറഞ്ഞു. ഇതുവരെ ഔദ്യോഗികമായിട്ട് ഫോർവേഡ് ബ്ലോക്കിൻ്റെതാണെന്ന് DCC പ്രസിഡന്റോ പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു ആൾക്കാരും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഫോർവേഡ് ബ്ലോക്കാണ് വരുന്നതെങ്കിലും ഈ ചാത്തന്നൂർ മണ്ഡലത്തിൽ UDFന്റെ ഒരു പ്രതിനിധി വേണമെന്നുള്ള താല്പര്യത്തോട് പ്രവർത്തിക്കുമെന്നതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഏറ്റവും അവസാനത്തെ തീരുമാനം. ഗവൺമെന്റിനെ മാറ്റാൻ പറ്റുന്നത് UDFന് മാത്രമേ പറ്റൂ എന്നുള്ള ചിന്ത, പൊതുബോധം വോട്ടർമാരുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 5% ഒരു ഭരണവിരുദ്ധ വികാര വോട്ടായി മാറിയാൽ UDF ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് ചാത്തന്നൂർ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് 100% ജയിക്കുമെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് പറയാൻ സാധ്യമായിട്ട്. കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സൂര്യഗായത്രി, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയാണ്. സാധാരണത്തിൽ കോൺഗ്രസിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ സീറ്റുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ. ഇതിപ്പോൾ പ്രാദേശിക നേതൃത്വം കൂടി ശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. CPM-ലും സമാനമായ കാര്യങ്ങൾ നമ്മൾ കാണുന്നു. എന്താണ് ചാത്തന്നൂരിലെ വിഷയം? പ്രജിൻ അമൃത, ഈ ചാത്തന്നൂർ സീറ്റിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ് ഉള്ളത് എന്നുള്ളതാണ്. 2-ാം സ്ഥാനത്ത് BJP നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ കൈപ്പത്ത് ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ വേണമെന്നുള്ള ആവശ്യമാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ആ സമയത്താണ് ചാത്തന്നൂർ ഫോർവേഡ് ബ്ലോക്കിന് നൽകുന്നു എന്നുള്ള ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അത് സ്ഥാനാർത്ഥിയായിട്ട് ദേവരാജൻ തന്നെ വരും എന്നുള്ള സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് പ്രത്യക്ഷത്തിൽ പ്രതിഷേധവുമായിട്ട് പ്രാദേശിക നേതാക്കൾ രംഗത്തെത്തിയത്. AICCക്ക് അടക്കം കത്ത് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലും ഇപ്പോൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതുവരെയും ഫോർവേഡ് ബ്ലോക്കിനാണ് സീറ്റ് എന്ന കാര്യം ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് സീറ്റ് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചാത്തന്നൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വമുള്ളത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഉൾപ്പെടെ നേതാക്കളിൽ തീരുമാനമായിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് നെടുങ്ങോലം രഘുവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആവശ്യമാണ് അവർ ഉയർത്തുന്നത്. SNDPക്ക് വലിയ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. SNDPയിൽ തന്നെയുള്ള നേതാവാണ് നെടുങ്ങോലം രഘുവിനെ സ്ഥാനാർത്ഥിയാക്കണം. കോൺഗ്രസിൽ ഇത്തവണ ചാത്തന്നൂരിൽ വിജയം സുനിശ്ചിതമാണെന്നുള്ള വലിയ പ്രതീക്ഷ പ്രാദേശിക തലത്തിൽ നേതാക്കൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് വരെ തങ്ങൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് ചാത്തന്നൂർ മണ്ഡലം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് പ്രാദേശിക നേതാക്കൾ പറയുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രതിഷേധം ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു ധാരണയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് മുന്നണിയടക്കം വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.